ഇന്ന് പരിചയപ്പെടുന്നത് കേരളത്തിലെ മലഞ്ചെരുവുകളിലും കുറ്റിക്കാടുകളിലും മുളങ്കൂട്ടങ്ങളിലും കശുമാവിൻ തോട്ടങ്ങളിലും മറ്റും കാണുന്ന റെഡ് സ്പർഫൗൾ അഥവാ ചെമ്പൻ മുള്ളൻ കോഴി. ബേർഡ് ഡൈവേഴ്സിറ്റി കേരളയുടെ 100ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമറിറ്റസ് സയൻറ്റിസ്റ്റ്. റെഡ് സ്പർഫൗൾ അഥവാ ചെമ്പൻ മുള്ളൻ കോഴി. കാടകളും കോഴികളും മയിലും അടങ്ങുന്ന ഫാസിഡിയെ കുടുംബത്തിൽപ്പെട്ട ഒരു കാട്ടുപക്ഷിയാണ് ചെമ്പൻ മുള്ളൻ കോഴി. ഗാലോപെർഡിക്സ് സ്പാഡിസിയെ എന്നതാണ് ശാസ്ത്രീയ നാമം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയിലെ ഇലപൊഴിയും കാടുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളിലും കുറ്റിക്കാടുകളിലും മുളങ്കൂട്ടങ്ങളിലും ഒക്കെ കാണുന്ന സ്ഥിരവാസിയായ ഒരു കാട്ടുപക്ഷിയാണ്. 3 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ ഗാലോപെർഡിക്സ് സ്പാഡിസിയ സ്റ്റീവാർട്ടി എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. കാട്ടുകോഴിയേക്കാൾ ചെറിയതും ചെമ്പിച്ച കടുത്ത തവിട്ട് നിറമുള്ളതുമാണ് ഈ കാട്ടുപക്ഷി. കോഴി വർഗ്ഗക്കാരനാണെങ്കിലും പൂവൻ പക്ഷിയുടെ വാൽ ഏകദേശം നാടൻ പിടക്കോഴിയുടേത് പോലെയാണ്. അരിവാൾ പോലെ വളഞ്ഞ വാൽ തൂവലുകളില്ല. പൂവന്റെ തലയിലോ താടിയിലോ ചുവന്ന പൂവും കാണുകയില്ല. കൊക്ക് ചുവന്നതും കണ്ണുകൾക്ക് തവിട്ട് നിറവുമാണ്. കണ്ണിന് ചുറ്റുമുള്ള നല്ല ചുവന്ന നഗ്നചർമ്മം ചെമ്പൻ മുള്ളൻ കോഴിയുടെ പ്രധാന ലക്ഷണമാണ്. കാലുകൾക്ക് ചുവപ്പ് നിറം. പൂവന്റെ കാലിന് പിറകുവശത്ത് 2 മുതൽ 4 വരെ കൂർത്ത മുള്ളുകളും അതുപോലെ പിടപ്പക്ഷിക്ക് 1 or 2 മുള്ളുകളും ഉള്ളതുകൊണ്ടാണ് മുള്ളൻ കോഴി എന്ന് പേര് വന്നത്. പിടപ്പക്ഷിക്ക് പൂവന്റേത് പോലെ ചെമ്പിച്ച തവിട്ട് നിറമാണെങ്കിലും അവയുടെ ദേഹത്തിൽ വിലങ്ങനെയുള്ള നിരവധി കറുത്ത വരകൾ കാണാം. പൂവനും പിടക്കും തലക്ക് മുകളിലുള്ള ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള തൂവലുകൾ അല്പം നീളം കൂടിയതാണ്. പലപ്പോഴും ഇവ ശിഖയുടെ ആകൃതിയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അതിവേഗം ഓടുവാൻ കഴിവുള്ള ഈ പക്ഷിക്ക് പറക്കുവാൻ തീരെ ഇഷ്ടമില്ലെന്ന് തോന്നും. കാട്ടുകോഴിയെ പോലെ രാത്രി മരങ്ങളിലാണ് ചേക്കിരിക്കുക. പുൽവിത്തുകളും ചെറുപഴങ്ങളും പുഴുക്കളും വണ്ടുകളും മണ്ണിൽ ചിക്കിച്ചകഞ്ഞ് ഭക്ഷിക്കുന്നു. കുറ്റിക്കാടുകളിലാണ് പ്രധാനമായും ഇര തേടുന്നതെങ്കിലും അതിരാവിലെ 2 മുതൽ 5 വരെ അടങ്ങുന്ന കൂട്ടമായി വഴിയോരങ്ങളിലും ഇര തേടാറുണ്ട്. പൂവന്റെ കൂവൽ കർ കറു കറു കർ എന്നിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. മഴക്കാലം ഒഴികെയുള്ള മാസങ്ങളിലാണ് പക്ഷിയുടെ പ്രജനന കാലം. കുറ്റിക്കാടിനുള്ളിൽ തറയിൽ മാന്തിയുണ്ടാക്കുന്ന ചെറു കുഴിയിൽ പുല്ലുകളും കരിയിലയും വിരിച്ചാണ് കൂടുണ്ടാക്കുന്നത്. കൂട്ടിൽ 2 മുതൽ 5 വരെ മഞ്ഞ കലർന്ന തവിട്ട് നിറമുള്ള മുട്ടകൾ ഉണ്ടാകും. പെൺപക്ഷി അടയിരിക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഇണപ്പക്ഷികൾ ചേർന്ന് തീറ്റിപ്പോറ്റും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ഈസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട റെഡ് സ്പർഫൗൾ അഥവാ ചെമ്പൻ മുള്ളൻ കോഴി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ സ്ഥിരവാസികളും വിദേശീയരുമായ നിരവധി പക്ഷികളെ നമ്മുടെ കേരളത്തിൽ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.